ഇപ്പൊ നമുക്ക് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സാരി ഡ്രേപ്പിംഗ് നോക്കിയാലോ. ഒരു 9 പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് നോർമൽ ആയിട്ടുള്ള, അതായത് വളരെ ഒരു ബ്രൈഡൽ ഫിനിഷിലല്ല ഞാൻ പറയുന്നത്, സാധാരണ അറിയാൻ വയ്യാത്ത ഒരാൾക്ക് സാരി ഇത്രയും ആ ഒരു ഷേപ്പ് ഒക്കെ ഒതുക്കി ഇങ്ങനെ ഒരു ഫിനിഷിങ്ങിൽ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സാരി ഉടുക്കുമ്പം ആദ്യം നമ്മൾ ഒരു ഫ്ലോർ ലെവലിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഉടുക്കാനായിട്ട്. നല്ലപോലെ നിങ്ങൾ നല്ല വലിയ ഹീൽസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എപ്പോഴും ചെരുപ്പും കൂടെ ഇട്ടിട്ട് സാരി ഉടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫ്ലോർ ലെവല്, ഫ്ലാറ്റ്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് മതിയാവും. എന്നുവെച്ചാൽ കറക്റ്റ് ആ ലെവല് വെച്ചിട്ട് സാരി ഇങ്ങനെ ഉള്ളിലേക്ക് പിൻ ചെയ്ത് കൊടുക്കുക. ഒട്ടും ചുളുക്കം വരുന്നത് വലിച്ചുടുക്കുകയും ചെയ്യരുത്. ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ എത്രയാണോ നിങ്ങൾക്ക് വേണ്ട ഭാഗം അതിങ്ങനെ നീറ്റായിട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഇപ്പൊ ഞാൻ ഇങ്ങനെ കണ്ടോ, ഒട്ടും ചുളുക്കം ഇല്ലാത്ത രീതിയിൽ നമ്മൾ എടുക്കുക. ചുളുക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഈ വയറിന്റെ ഭാഗം ഇങ്ങനെ വീർത്തിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. സാരി ഇങ്ങനെ മുന്താണി ഈ ഭാഗം എടുത്തിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കിയെടുക്കുക. കറക്കിയെടുത്ത ശേഷം ഇതിങ്ങനെ ചുരുട്ടി പിടിക്കുക. അതായത് ഏറ്റക്കുറച്ചിലൊന്നും വരാതെ ഒരു ലെവലിന് നമ്മളിതാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിക്കുക. എന്നിട്ട് നമ്മുടെ ഈ ചെസ്റ്റിനോട് ചേർന്ന് വരുന്ന ഭാഗമില്ലേ, അവിടെ ഇങ്ങനെ എടുത്ത് ഇടുക. എന്നിട്ട് നോക്കുക നിങ്ങൾക്ക് എത്രയാണ് മുന്താണിയുടെ നീളം വേണ്ടതെന്ന്. എപ്പോഴും മുട്ടിന് താഴെ മുന്താണിയുടെ നീളം വരാൻ ശ്രമിക്കുക. ഇത്രയും വന്നാൽ സാരിയുടെ ഭംഗി തന്നെ പോവും. മുട്ടിന് താഴെ എന്തായാലും മുന്താണിക്ക് ഇറക്കം വേണം. എന്നിട്ട് നമ്മൾ ഈ ഉടുക്കുമ്പോൾ നമ്മുടെ നെഞ്ചിനോട് ചേർന്ന് വരുന്ന ഭാഗം ഇങ്ങനെ എടുത്ത് കറക്കി ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് ഇവിടവും സാരിയും കൂടെ വെച്ച് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. നമുക്ക് പിൻ ചെയ്ത് അഴിച്ചെടുക്കാനുള്ളതാണ്. വെറുതെ ഇവിടെ ഒന്ന് നമുക്ക് ഈ ഒരു അളവൊന്ന് കൃത്യമായിട്ട് ഇരിക്കാൻ വേണ്ടി മാത്രം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നത്. ബാക്കിതാ ഇത്രയാണ് നമുക്ക് സാരി വരുന്നത്. ഇത് ഇവിടെ മുന്താണിയുടെ പറഞ്ഞ തിരിച്ചങ്ങ് അഴിച്ചു മാറ്റുവാണ്. കാര്യം നമ്മളവിടെ പിൻ ചെയ്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നോക്കിക്കോ, എപ്പോഴും ഈ സൈഡിൽ നിന്ന് ഞുറു എടുക്കുന്നതായിരിക്കും നല്ലത്. കറക്റ്റ് നമ്മുടെ നേവലിന്റെ സെന്റർ ഭാഗത്തായിരിക്കണം ഫസ്റ്റ് ഞുറു നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ഞുറു എടുക്കുക. ഇങ്ങനെ ഞാൻ ഞുറിഞ്ഞിട്ട് ഇവിടെയായിരുന്നു നമ്മൾ പിൻ കുത്തിയിട്ടത്. എന്നിട്ട് ഒരു ഇത്രയും തുണി നമുക്കൊന്ന് ആ ഒരു ഷേപ്പ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത്രയും തുണി നമ്മൾ എന്ത് ചെയ്തേക്കുക, വെറുതെ വിട്ടേക്കുക. എന്നിട്ട് നമുക്ക് ഈ ഞുറു പതുക്കെ ഒന്ന് അടുക്കിയെടുക്കുക. ഞുറുമൊക്കെ ഞാൻ ഇതേപോലെ ഇങ്ങനെ അടുക്കി എടുത്തിട്ട് മോൾ ഭാഗം ഇതേപോലെ ഒന്നിച്ച് ചേർത്ത് അടുക്കി ഒരു സെഫ്റ്റിപ്പിനൊന്ന് കുത്തി കൊടുക്കുകയാണ്. കണ്ട, ഇങ്ങനെയാണ് എനിക്ക് ഞുറു കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് ഈ ഞുറു ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഒന്ന് അടുക്കി അടുക്കി ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത ശേഷം സെന്ററിലോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് ഉള്ളിലേക്ക് വെക്കാം. അപ്പൊ താഴത്തെ ലെങ്ത് എല്ലാം നോക്കിക്കോണം. സാരി താഴെ കിടക്കണം. നമുക്കിത് ജസ്റ്റ് ഒന്ന് അകത്തേക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ മുമ്പേ താഴെ ഇട്ടിരുന്നില്ലേ ആ മുന്താണി ഭാഗം വീണ്ടും എടുത്ത് ഇങ്ങനെ ബോഡിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മള് ഈ മുന്താണി എല്ലാം മുമ്പേ അറേഞ്ച് ചെയ്ത്, അതായത് ലെവല് വ്യത്യാസമൊന്നും ഇല്ലാതെയാണ് നമ്മളിത് മുമ്പേ അറേഞ്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇത് കിട്ടും. കണ്ടോ, ഇതിപ്പോ ഞാൻ സാരി നമുക്ക് ഇവിടെ ഞുറിഞ്ഞ് തന്നെ എടുക്കാം. അടുത്തൊരു വീഡിയോയിൽ ഇത് 1 പ്ലീറ്റ് ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞുറിയുമ്പോൾ ഞാൻ സാധാരണ ഞുറിയുന്നത് ഇവിടെ കുറച്ച് ഇങ്ങോട്ട് ഇറക്കി ഇട്ട ശേഷം കൈകൊണ്ട് തന്നെ എനിക്ക് എത്രയാണോ വീതി, ഇപ്പൊ ഞാൻ തന്നെ ഇത്ര ഒരു വീതിയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു വീതിയിൽ ഇവിടെ തന്നെ വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്കത് കുറച്ചും കൂടെ എളുപ്പമായിട്ടാണ് അങ്ങനെ തോന്നിയിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വിരൽ കൊണ്ട് ഈ ഒരു ലെവല് പിടിച്ച് 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 ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കും. കണ്ടോ, കറക്റ്റ് ആയിട്ട് നമുക്ക് അത്രയും ഞുറു വന്നിട്ടുണ്ട്. ഇനി പതുക്കെ ഇങ്ങനെ ഒന്ന് കുടഞ്ഞ് അറേഞ്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ അടുക്കി എടുത്തത് ജസ്റ്റ് സാരി ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. കുടഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പൊ ഒരുവിധം ഞുറുവൊക്കെ അത് തനിയെ വന്ന് വീണോളും. എന്നിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ എടുത്തൊന്ന് ബോഡിയിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക. അപ്പൊ ഇനി നമുക്ക് ബ്ലൗസ് ചേഞ്ച് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ സാരിയിൽ തന്നെയാണ് ഈ സെറ്റപ്പ് കുത്തുന്നത്.
അപ്പൊ സെറ്റിപ്പം കുത്തി ഞാനിത് ബോഡിയിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കും. കണ്ടോ? അപ്പൊ അത്യാവശ്യം നമുക്ക് വേണ്ട ന്യൂറു എല്ലാം ഇവിടെ വന്ന് വീണു. ഇനി നമുക്ക് പതുക്കെ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. നമുക്ക് എത്രയാണോ നിങ്ങൾക്ക് ന്യൂറോ ചെറുതായിട്ട് എടുക്കേണ്ടത് അത്രയും എടുക്കാം. ഞാനിപ്പോ 9 പ്ലേറ്റ് ആണ്. 9 എന്നൊക്കെ പറയുന്നത് നല്ല രീതിയിൽ കൗണ്ട് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് 9 പ്ലേറ്റ് 10 പ്ലേറ്റ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. അതിങ്ങനെ എവിടെയെങ്കിലും ലെവൽ ചെയ്ത് പിടിക്കണമെന്നൊന്നുമില്ല. നമ്മുടെ കൈയുടെ ഒരു അളവിൽ ഇങ്ങനെ മടക്കി മടക്കി എടുക്കണം എന്നുള്ളതേ ഉള്ളൂ. കണ്ടോ? ചെസ്റ്റ് പ്ലേറ്റ് നമുക്ക് ഒരുവിധം കിട്ടിക്കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ ആ ഒരു ഷേപ്പ് കിട്ടേണ്ട ഭാഗം. അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ പ്ലേറ്റ് ഇങ്ങനെ കറക്കി എടുക്കുക. അപ്പൊ നമ്മൾ ഓൾറെഡി ഇവിടെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണ്, ടൈറ്റ് ആണ്. നമ്മൾ ആ പിടിച്ചു വെച്ചത് ലെവല് കറക്റ്റ് ആയതുകൊണ്ട് ടൈറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. എന്നിട്ട് ഇത് പതുക്കെ നമുക്ക് എന്ത് ചെയ്യാം, അഴിച്ചു കൊടുക്കാം. അപ്പൊ ദാ ഷേപ്പിന് വേണ്ടിയിട്ട് ഇത്രയും തുണി നമ്മളിവിടെ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച ശേഷം സാരിയുടെ ഉൾഭാഗത്ത്, അതായത് നമ്മൾ പ്ലീറ്റ് വെച്ചതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ചൊരു ഗ്യാപ്പ് എടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് കയറ്റുമ്പോൾ കണ്ടോ, ഈ രണ്ട് സൈഡിലൂടെ പിടിക്കുമ്പോൾ നമുക്ക് ഈ ക്ലോത്ത് ഇപ്പുറത്ത് കിട്ടും. എന്നിട്ട് ഇത് പതുക്കെ ഒന്ന് പിടിച്ച് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക. ഇതാണ് ഒരു ടെക്നിക്ക്. ബ്രൈഡലിനൊക്കെ ചെയ്യുന്ന ഡ്രേപ്പിങ്ങിന് നമ്മൾ ഇങ്ങനെ അല്ലാത്ത വേറെ ടെക്നിക്സ് ആണ് ഉപയോഗിക്കുക. പക്ഷെ നമ്മളൊരു നോർമലി ചെയ്യുമ്പോൾ ഇതിന്റെ ആവശ്യമുള്ളത് കണ്ടോ, കറക്റ്റ് ആയിട്ട് നമുക്ക് ഇത്രയും പ്ലീറ്റ്സ് ഇവിടെ വന്ന് വീഴുന്നുണ്ട്. ജസ്റ്റ് ഈ തുണി ഇങ്ങോട്ട് വലിച്ചതേ ഉള്ളൂ. എന്നിട്ട് ഇത് പതുക്കെ അങ്ങ് ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുക. അതേപോലെ ഈ എക്സസ് വന്ന ക്ലോത്തില്ലേ, അതും നല്ല നീറ്റായിട്ട് അങ്ങ് ടക്കിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സാരി തിരിച്ചിട്ട് കൊടുക്കുക. കണ്ടോ, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലീറ്റ്സ് ഒക്കെ വന്ന് വീണിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൗസ് ചേഞ്ച് ചെയ്ത ശേഷം ബാക്കി എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് നോക്കാം. ഇങ്ങനെയാണ് നമുക്ക് ഫൈനലി വരുന്നത്. സൈഡ് പ്ലീറ്റ് ഒക്കെ നന്നായിട്ട് വന്ന് വീണിട്ടുണ്ട്. പിന്നെ ഇവിടെ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വെച്ചു കൊടുക്കാൻ മാത്രം. ഇപ്പൊ മുന്താണി ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് പിൻ ചെയ്തതേ ഉള്ളൂ. ഇവിടെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, അതായത് പെട്ടെന്ന് ഒരിടത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ മാത്രം കറക്റ്റ് ആയിട്ട് പിടിച്ചൊന്ന് അറേഞ്ച് ചെയ്ത് ഒരു അയൺ ബോക്സോ അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ്നറോ വെച്ച് ഒന്ന് പിടിച്ചു കൊടുക്കുക. അതായത് ഈ ഭാഗം എപ്പോഴും നമുക്ക് തുറന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബാക്കി ഈ ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് അയൺ ചെയ്തില്ലെങ്കിലും സാരി നല്ല നീറ്റ് ലുക്കിൽ തന്നെ നമുക്ക് കിട്ടും. ഇതാണ് നമുക്ക് സൈഡ് പ്ലീറ്റ്, അതായത് ഇവിടുത്തെ ഒരു ഷേപ്പ് കിട്ടാനുള്ള ഒരു ടെക്നിക്ക് ഇതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് നമുക്ക് കിട്ടുന്നത്. 9 പ്ലീറ്റ്സ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് ഫ്ലെയർ ഒക്കെ കിട്ടിയിട്ടുണ്ട് സാരിക്ക്. ഇവിടുത്തെ ഒരു ഷേപ്പ് ഒക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.